हेलो गाइस, वेलकम टू आर की ब्लॉग्स। बड़ा सा दुनिया का एक छोटा सा इंटीरियर डिजाइनर आपके लिए आप எப்படி ஆரம்பிக்கலாமா? Today we are discussing about most trending interior design style in 2026. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ഡിസൈനാണ് ബയോഫിലിക് ഡിസൈൻസ്. സോ വി വിൽ എക്സ്പ്ലോർ മോർ അബൌട്ട് ബയോഫിലിക് ഡിസൈൻ ദിസ് വീഡിയോ. ആസ് പെർ ദ ഗൂഗിൾ ആൻഡ് ചാറ്റ് GPT, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. Biophilic design is an architectural approach that integrates natural elements into building to connect people with nature, promoting well-being, creativity, and productivity. It uses strategies like incorporating natural light, ventilation, landscape, as well as natural material, organic shape, and patterns. Some designs are focused on more stable, blah 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 blah. Lot of things. എന്തി ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇറ്റ്സ് ഓക്കെ. ഞാനും ഫസ്റ്റ് റീഡ് ചെയ്തപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. സോ നമുക്കതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു 5-6 പോയിന്റ് ആക്കിയാലോ. ലെസ് പോയിന്റ് വൈസ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. സോ ഇറ്റ് ഈസ് സോ സിമ്പിൾ. പോയിന്റ് നമ്പർ 1, choose natural material like wood, stone, usable furniture and available furnitures. റിസോഴ്സബിൾ അറൗണ്ട് 50 കിലോമീറ്റർ റേഡിയസിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ഇറ്റ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബയോഫിലിക് ഡിസൈൻസ്. പോയിന്റ് നമ്പർ 2, ആഡ് പ്ലാന്റ്സ് ആൻഡ് ഗ്രീൻസ്. എന്ന് വെച്ചിട്ട് കടയിൽ പോയിട്ട് മണി പ്ലാന്റ് വാങ്ങി വെക്കുക, അല്ലാണ്ട് തൊട്ടപ്പുറത്തുള്ള റോസാ ചെടി വാങ്ങി വെക്കുക, അങ്ങനെയൊന്നും ഉള്ളതല്ല. ചില നാച്ചുറൽ റിസോഴ്സബിൾ, അതായത് കറ്റാർവാഴ, പിന്നെ നമുക്ക് പനി വരുമ്പോൾ അത് ചായയിട്ട് കുടിക്കാൻ പറ്റുന്ന പനിക്കൂർക്കയുടെ ഇല, അതുപോലത്തെ യൂസ്ഫുള്ളായിട്ടുള്ള ചെടികളും അതെല്ലാം വെച്ചിട്ട് ആണ് നമ്മൾ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ഭാഗങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ്. ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ വേണ്ട, അടുത്ത വീഡിയോ ഇതിന് വേണ്ടി ചെയ്യാം. അപ്പോൾ അത് കണ്ടാൽ മതി. ഓക്കെ. പോയിന്റ് നമ്പർ 3, like sunlight come to your home. If you are in an old house renovating it or a new house constructing it, use a bigger windows, bigger doors. Now we are, whatever the trending is happening here is a 7 feet doors. Now to change it to 8 feet doors, 9 feet windows, like that, create the atmosphere in that mode. So it will come natural light ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ, അതായത് വീടിനുള്ളിലോട്ട് വരുമ്പോൾ തന്നെ it looks more energetic in the home. So positive vibes, it will add more value in the biophilic designs. Point number 4, use water body in the home. എന്ന് വെച്ച് കുളം കുത്താനോ അല്ലെങ്കിൽ അക്വേറിയം വെക്കാനോ അങ്ങനെയുള്ളതല്ല. ചില വാട്ടർ ബോഡീസ് ലൈക്ക് നാച്ചുറൽ ഫീൽ ഓഫ് സൗണ്ട് വരും, അതായത് വാട്ടർഫോൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ മേക്ക് യു ഫീൽ നാച്ചുറൽ റിസോഴ്സബിൾ ആർ ദെയർ നിയർ ടു യുവർ ഹോം. സോ അത് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം കൂടിയിട്ടാണ് ഒരു ബയോഫിലിക് ഡിസൈൻ എന്ന് പറയാവുന്നതാണ്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഡിസൈൻ. നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് ഉള്ളതെന്നുള്ളത് കമൻറ്റിൽ ആഡ് ചെയ്യൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആർക്കി വ്ലോഗ്സ്. എന്നാൽ പിന്നെ അടുത്ത വ്ലോഗിൽ കാണാത്ത മച്ചാനെ.